എന്തുകൊണ്ടാണ് അയാൾക്ക് മാത്രം ഇങ്ങനെ? ഞാൻ പറഞ്ഞു വരുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയറെ പറ്റിയാണ്. നെയ്മർ വീണ്ടും നിലവിൽ പരിക്കിന്റെ പിടിയിലാണ്. ഓരോ സീസണിലും ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തെ പരിക്ക് വേട്ടയാടുകയാണ്. ഈ സീസണിൽ PSG വേണ്ടി ലീഗ് 1-ൽ 18 ഗോളുകളും 16 അസിസ്റ്റുകളുമാണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയത്. ഈ സീസണിൽ മാത്രമായി ഏകദേശം 35-36ഓളം ഗോളുകൾ നെയ്മർ ഇതിനോടകം തന്നെ നേടിയിട്ടുമുണ്ട്. അതായത് നെയ്മറിന് പരിക്ക് പറ്റിയ മത്സരത്തിൽ പോലും ഒരു ഗോളോ ഒരു അസിസ്റ്റോ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്റെ എല്ലാ ശക്തിയും പുറത്തെടുത്ത് ക്രൊയേഷ്യക്കെതിരെയുള്ള ആ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ വിജയിക്കാനുള്ളതെല്ലാം അയാൾ ചെയ്തെങ്കിലും ആ മത്സരത്തിൽ നിരാശ മാത്രമായിരുന്നു ഫലം. അതെ, നിർഭാഗ്യവശാൽ അയാൾക്കും തന്റെ ടീമിനും പുറത്തു പോവേണ്ടി വന്നു. പക്ഷേ നെയ്മർ ആരാണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു ഗോൾ മാത്രം മതിയായിരുന്നു. കാരണം അത്രക്കും സുന്ദരമായിരുന്നു ആ ഒരു ഗോൾ. അതുവരെ പിടിച്ചു നിന്ന ക്രൊയേഷ്യൻ ഡിഫൻസ് ആ ഒരൊറ്റ ടച്ചിൽ തകർന്നടിയുകയായിരുന്നു. അത് തന്നെയാണ് അയാളുടെ ക്വാളിറ്റിയും. അതിനാൽ തന്നെ ബ്രസീൽ ആരാധകർ വീണ്ടും വീണ്ടും പറയുകയാണ്, നെയ്മർ തന്നെയാണ് ഞങ്ങളുടെ ഹീറോ എന്ന്. ചരിത്രത്തിൽ ഒരുപക്ഷെ അയാൾ വെറും ഒരു പ്ലെയർ മാത്രമായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കയാൾ എന്നും ഒരു സുൽത്താനാണ്. നെയ്മർ എന്ന നായക. ഒരുപക്ഷെ നിങ്ങൾ ഈ ഫുട്ബോൾ എന്ന ലഹരി നിർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഫൗളിനിടയായ എന്ന റെക്കോർഡ് താങ്കൾക്ക് സ്വന്തമായിരിക്കും. കാരണം അത്രമേൽ സമ്മർദ്ദമാണ് നിങ്ങൾക്ക് മേൽ എതിരാളികൾ ചെലുത്തുന്നത്. നിങ്ങളെ കാറ്റാടിയെന്ന് പറഞ്ഞിട്ടോടുമ്പോൾ നിങ്ങൾ അതിന് ചെവി കൊടുക്കാതെ വീണ്ടും മനോഹരമായ സാമ്പാ നൃത്ത ചുവടുകൾ ചവിട്ടി കളിക്കളത്തിൽ ഗമിക്കുകയാണ്. വിമർശകരും ആരാധകരും ഒരുപോലെ ചിന്തിച്ച കാര്യമാണ്, നിങ്ങളെന്ന മനുഷ്യൻ ഇത്രമേൽ ഫൗളിനിരയാവാൻ കാരണം എന്താവുമെന്ന്. ഒരുപക്ഷെ ലോകം വാഴ്ത്തുന്ന ഡിഫൻഡർ എന്നറിയപ്പെടുന്ന തിയാഗോ സിൽവ പറഞ്ഞ വാക്കുകളാവും ഞങ്ങളുടെ ഈ ചിന്തക്ക് മറുപടി. നിങ്ങളെ തടയാൻ എതിരാളികൾക്ക് നിങ്ങളെ വീഴ്ത്തുക എന്ന അടവ് മാത്രമേ ഉള്ളൂ. അതെ, അതുകൊണ്ട് തന്നെയാവാം നിങ്ങൾ ഇത്രമേൽ ഫൗളിന് ഇരയാവുന്നതും. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ വേഴ്സസ് സെർബിയ മാച്ച് നടക്കുകയാണ്. ആ മത്സരത്തിൽ സെർബിയ എന്ന യൂറോപ്യൻ ശക്തികളുടെ തന്ത്രം നിങ്ങളെ വീഴ്ത്തുക എന്നതാണെന്ന് ആ കളിയിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർ ചെയ്ത 11 ഫൗളുകളിൽ 9 എണ്ണവും ആ മനുഷ്യനെയായിരുന്നു. കഴിഞ്ഞ ലോകമാമാങ്കത്തിലും ഏറ്റവും കൂടുതൽ ഫൗളിനിരയായത് അയാൾ തന്നെയായിരുന്നു. ഈ ഫൗളിന് എതിർ ടീമിനെ ഇത്രമേൽ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം, നെയ്മർ എന്ന ഇന്ദ്രജാലക്കാരനെ വീഴ്ത്തിയാൽ ആ ടീമിനെ മൊത്തം വീഴ്ത്താനാകും എന്ന വിശ്വാസമാവും. 2014 ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അതെ, ബ്രസീൽ വേഴ്സസ് കൊളംബിയ പോരാട്ടത്തിൽ നെയ്മർ എന്ന മനുഷ്യനെ ഇവാൻ സുനിഗ എന്ന പോരാളി ഒരു ഫൗൾ ചെയ്യുന്നു. അന്ന് വേദനയിൽ പുളഞ്ഞ നിങ്ങൾ ആ പുൽത്തകിടിയിൽ കിടന്ന് നോവിന്റെ നനവീർപ്പിച്ച ആ കണ്ണീർ തുള്ളികൾ കളിക്കളത്തിൽ വീടുന്നു. അന്ന് അത്രമേൽ സമ്മർദ്ദത്തിലായ കാനറിപ്പട ഏറ്റവും വലിയ തോൽവിയിൽ കുപ്പുകുത്തുകയും ചെയ്യുന്നു. നെയ്മർ എന്ന സുൽത്താനില്ലാത്ത കുറവാണെന്ന് എതിർ ടീമുകൾ നനച്ചു. അതിനുശേഷം ഇങ്ങോട്ട് ഇയാളെ വീഴ്ത്തുക എന്ന തന്ത്രമാണ് പല വമ്പന്മാരും പയറ്റിയത്. അത്രമേൽ ആഗ്രഹിച്ച പല മത്സരവും അയാൾക്ക് പന്ത് തട്ടാൻ ആയിരുന്നുമില്ല. അയാളെ വാനോളം പുകഴ്ത്താൻ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. ഏതൊരു കളിക്കാരനും ആഗ്രഹിക്കുന്ന ബാലൻഡിയോർ എന്ന പുരസ്കാരം ഒരിക്കൽ പോലും അയാളെ ഒന്ന് കനിഞ്ഞിട്ട് പോലുമില്ല. ഒരു ഗോൾഡൻ ബൂട്ട് പോലും അയാളെ പേരിൽ കുറിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഈ 2 രാജാക്കന്മാർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് അയാളെ മഹത്വം ഇളവാക്കുന്നു. വിമർശകരോട് ഒന്നേ പറയാനുള്ളൂ, അയാൾ തുനിഞ്ഞിറങ്ങിയാൽ എതിരാളികൾ കുറച്ച് വിയർക്കുക തന്നെ ചെയ്യും. പരിക്കെന്ന വില്ലൻ അയാളെ വേട്ടയാടിയത് കുറച്ച് മത്സരങ്ങളിൽ മാത്രമല്ലായിരുന്നു. പരിക്ക് മൂലം നെയ്മർ ഇതുവരെ ഫുട്ബോളിൽ നിന്ന് വിട്ടുനിന്നത് 760 ദിവസമാണ്. പരിക്കേറ്റത് 39 തവണ. ആകെ നഷ്ടമായത് 133 മത്സരങ്ങൾ. ബാർസലോണയിൽ കളിക്കുന്ന സമയത്ത് പരിക്കേറ്റത് 9 തവണ, നഷ്ടമായത് 29 മത്സരങ്ങൾ. എന്നാൽ PSG-യിലാവട്ടെ 27 തവണ, 104 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചില്ലായിരുന്നു. ബ്രസീലിയൻ ജേഴ്സിയിലും അദ്ദേഹത്തിന് ഒരുപാട് തവണ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഇഞ്ചുറിയായിരുന്നു 2014 വേൾഡ് കപ്പിൽ കൊളംബിയക്കെതിരെ സംഭവിച്ചത്. ഇങ്ങനെ ഒരു തുടർക്കഥയാണ് അയാളുടെ ജീവിതത്തിൽ പരിക്കുന്ന വില്ലൻ. അയാളുടെ കളിശൈലി കൊണ്ട് മാത്രമാകാം ഒരുപക്ഷെ ഇതിനു കാരണം.
അയാളുടെ കാൽച്ചുവടുകൾ ഓരോ ഇന്ദ്രജാലം കാണിക്കുമ്പോഴും പലരും ഭയക്കുമെന്ന് തീർച്ചയാണ്. എളുപ്പവഴിയിലൂടെ വിജയം നേടുക എന്നത് ആഗ്രഹം മാത്രമാണ്. അങ്ങനെ നേടിയവർക്ക് യഥാർത്ഥ വിജയത്തിന്റെ മധുരം നല്ലതുപോലെ നുകർന്നവരായിരിക്കില്ല. പ്രയാസങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ താണ്ടി വന്നവരുടെ വിജയത്തിന്റെ മധുരം അത് നുകരുവാനും മറ്റുള്ളവർക്ക് പകരുവാനും വല്ലാത്ത ഇമ്പമുള്ളതായിരിക്കും. അതെ, നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക. വിമർശകർ പോലും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്: ഭരിക്കുന്ന വില്ലൻ നിങ്ങളെ വേട്ടയാടിയില്ല എങ്കിൽ നിങ്ങൾ ചിന്തകൾക്കപ്പുറമായിരിക്കുമെന്നത് ശരിയാണ്. പ്രവചനങ്ങൾക്കതീതമാണ് നിങ്ങളെന്ന ഇതിഹാസം. കാനറിപ്പടയുടെ നായക, പാരീസിന്റെ സുൽത്താനെ, നിങ്ങൾ ഞങ്ങളുടെ മനസ്സിന് ഉല്ലേഖനം ചെയ്യിപ്പിച്ചത് എത്ര മനോഹരമായ അപൂർവ നിമിഷങ്ങൾ സമ്മാനിച്ചാണ്. ഇനിയും ഇതുപോലെ തന്നെ സമ്മാനിക്കുക. ഞങ്ങൾ അത് കാണാൻ വേണ്ടി കാത്തിരിപ്പിലാണ്. അത്തർ മണക്കുന്ന ഖത്തറിൽ നിന്ന്, സങ്കടത്തിന്റെ മുകൂടതയിൽ നിന്ന് നിങ്ങൾ ആ പടിയിറങ്ങിയപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും എതിരാളികൾ പോലും കണ്ണിൽ നിന്ന് നീർത്തുള്ളി പോയിട്ടിട്ടുണ്ട്. പണ്ടെവിടെയോ മെസ്സി എന്ന പൂർണ്ണ ഇതിഹാസത്തിൽ തങ്ങി നിന്നിരുന്ന നിർണായക മത്സരത്തിലെ ശാപം നിങ്ങളിൽ വന്നു പതിച്ചതായി തോന്നിപ്പോകുന്നു. ഒരുപക്ഷെ കാലം കാത്തിരിപ്പിലായിരിക്കും. മെസ്സി എന്ന പൂർണ്ണചന്ദ്രൻ ഇത്രമേൽ പ്രകാശിക്കാൻ കാരണം അത് തന്നെയാണ്. കാത്തിരുന്ന് കിട്ടിയതായിരുന്നു അയാൾക്ക് ആ കിരീടം. നിങ്ങൾക്കും അതുപോലെ ഒന്ന് സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ടീം ഫുട്ബോൾ മാനിയ.